ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ചധികം നല്ല നല്ല ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. അപ്പോൾ ഒട്ടും സമയമില്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. നമ്മൾ മിക്കവരും നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്ന ടൈമിൽ അബദ്ധത്തിൽ എങ്ങനെ നമ്മുടെ തറയുടെ മുകളിൽ, അതായത് ടൈൽസിന്റെ മുകളിൽ, പിന്നെ കാർപ്പറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കാർപ്പറ്റിന്റെ മുകളിൽ, പിന്നെ ടേബിളിന്റെ മുകളിൽ, സോഫയുടെ കവറിൽ, ഇതിലൊക്കെ നെയിൽ പോളിഷ് ആയി കഴിഞ്ഞാൽ പോകാനായിട്ട് ഭയങ്കര പാടാണ്. നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷ് റിമൂവർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തുടച്ചു മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. ഇതിപ്പോൾ എൻ്റെ കാർപ്പറ്റിന്റെ മുകളിലാണ് ആയിട്ടുള്ളത്. നിലത്ത് കാർപ്പറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന്റെ മുകളിലാണ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ തറയിൽ ഇതുപോലെ നെയിൽ പോളിഷ് ആയിട്ട് തന്നെ 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. 3-4 ദിവസമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് മായ്ച്ചു കളയാനായിട്ട് നമുക്ക് വേണ്ടത് സ്പ്രേ ആണ്, അതായത് പെർഫ്യൂം ഇല്ലേ. നമ്മുടെ കയ്യിലുള്ള ഏത് പെർഫ്യൂം ആയാലും മതി. അത് നമുക്ക് നമ്മുടെ ഈ ഒരു നെയിൽ പോളിഷ് ഉള്ള ഭാഗത്ത് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ടിഷ്യൂ വെച്ചിട്ട് ഞാൻ തുടച്ചെടുക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് അത് മാഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ കണ്ടാൽ തന്നെ അറിയാം അത് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതിനൊരു പാട് പോലും അവിടെ ഇല്ല. പിന്നെ ഈ ബ്ലാക്ക് കളർ കാണുന്നത് പെർമനന്റ് മാർക്കറിന്റെ ഇങ്ക് ആണ് കേട്ടോ. അത് മക്കൾ എടുത്തിട്ട് യൂസ് ചെയ്തതിന് ശേഷം അപ്പൊ അവിടെയൊക്കെ ആയതാണ്. ഇതുപോലെ പെർമനന്റ് മാർക്കറിന്റെ ഇങ്ക് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രേ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് സ്പ്രേ അടിച്ചത്, അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തുള്ള നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡാർക്ക് കളറിൽ പെർമനന്റ് മാർക്കറിന്റെ ഇങ്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് ഞാൻ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പോയി കിട്ടും. കണ്ടില്ലേ, ഇപ്പൊ നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നെയിൽ പോളിഷോ പെർമനന്റ് മാർക്കറിന്റെ ഇങ്കോ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പെന്നിന്റെ ഇങ്ക് ആയാലും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്പ്രേ വെച്ചിട്ട് നമുക്ക് മായ്ച്ചു കളയാവുന്നതാണ്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്താ പ്ലാസ്റ്റിക് ബോക്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോക്സ് ഒക്കെ കാണാം അല്ലേ? അതായത് ഐസ്ക്രീം ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോക്സിലാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോക്സ് വെച്ചിട്ട് നമുക്ക് അടുക്കളയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെന്താന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആ ഒരു വലിയ പ്ലാസ്റ്റിക് ബോക്സിന്റെ കൂടെ തന്നെ ഇതുപോലുള്ള ചെറിയൊരു കപ്പ് കൂടി ആവശ്യമുണ്ട്. ഇനി ഈ ഒരു കപ്പിന്റെ താഴ്ഭാഗത്തെ വലിപ്പത്തിനനുസരിച്ച്, അതായത് താഴ്ഭാഗത്തെ റൗണ്ടിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഐസ്ക്രീം ബോക്സ് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതാ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ചൂടായ കത്തി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ടോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒരു സൈഡിലോട്ട് ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിന്റെ സെന്ററിൽ വെച്ച് കട്ട് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ആ ഒരു ബോക്സിന്റെ സൈഡിലോട്ടായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അതായത് ഒരു കോർണറിലോട്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കപ്പ് ഉണ്ടല്ലോ, ആ ഒരു കപ്പ് ഇതിലോട്ട് ഇറക്കി കൊടുക്കാം. ഗ്ലൂവിന്റെ ഒന്നും ആവശ്യമില്ലാതെ കറക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇനി ഒരു അടപ്പിന്റെ ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. ഫോർക്ക് ഒന്ന് തീയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇത് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചെറിയ കപ്പ് ഉണ്ടല്ലോ, ആ ഒരു ചെറിയ കപ്പിലോട്ട് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഏതാണോ അത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ലിക്വിഡ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തതാണ്, വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തതാണ്. അതാണ് ഇത്ര നേർങ്ങനെയായിട്ട് തോന്നുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. ഇത് ലിക്വിഡ് ഡിസ്പെൻസർ ആയിട്ട്, അതായത് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഡിസ്പെൻസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ആ ഒരു കപ്പിൽ നിന്ന് നമുക്ക് ലിക്വിഡ് എളുപ്പത്തിൽ എടുത്തിട്ട് പിന്നെ നമുക്ക് സാധാരണ നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഡിഷ് വാഷിംഗ് സ്പഞ്ച് ഉണ്ടല്ലോ, ആ ഒരു സ്പഞ്ച് കഴുകിയതിന് ശേഷം നമ്മൾ തുള ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഒരു തുളയുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്പഞ്ചിലെ വെള്ളം ഡ്രെയിനായിട്ട് താഴോട്ടേക്ക് വീഴുകയും പിന്നെ ആ ഒരു സ്പഞ്ച് എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നോളും. സാധാരണ ഈ ഒരു സ്പഞ്ച് നനഞ്ഞ് കുതിർന്നിട്ടാണ് നമുക്കൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുക്കളയിൽ നമ്മൾ വീട്ടമ്മമാർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അല്ലെ, ഈ ഡ്രെയിനേജ്, അതായത് സിങ്ക് ബ്ലോക്ക് ആവുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ഡ്രെയിനേജ് ബ്ലോക്ക് ആകാനുള്ള മെയിൻ കാരണവും നമ്മൾ തന്നെയാണ്. അപ്പൊ അതിനുള്ള നല്ലൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ വെറുതെ കളയുന്ന ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണ്. ഇതിപ്പോ ഇത്ര വലുത് വേണമെന്നില്ല, അതിൽ ചെറുതായാലും കുഴപ്പമൊന്നും ഇല്ല. ഇതിപ്പോ എന്റെ കയ്യിൽ കിട്ടിയത് ഞാൻ എടുത്തേ ഉള്ളൂ.
ഇനി ഇതിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് തുളയിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഫോർക്ക് ഒന്ന് ചൂടാക്കിയിട്ട് തുളയിട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇത് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഒരു കപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പഴയ സ്ക്രൂ ഡ്രൈവർ ഞാൻ ചൂടാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ചരട് എടുത്തതിന് ശേഷം ആ ഒരു ചരട് ഈ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് തൂക്കിയിടാൻ പാകത്തിൽ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാൻ ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാഷ് ബേസിന്റെ പൈപ്പിന്റെ മുകളിലായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പം ഞാൻ ഇതാ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു കപ്പ് താഴോട്ട് അത് സിങ്കിലോട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കെട്ടിക്കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് പാത്രമൊക്കെ കഴുകുമ്പോൾ ഉണ്ടാകുന്ന ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു വേസ്റ്റ് വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ആ ഒരു വെള്ളം മൊത്തം താഴോട്ടേക്ക് പോവുകയും പിന്നെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ആ കപ്പിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുന്ന പേടിയും വേണ്ട. ഒരൊറ്റ ഫുഡ് വേസ്റ്റ് പോലും സിങ്കിലോട്ട് പോവുകയില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഷോളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എത്രയൊക്കെ അലമാരി ഉണ്ടെങ്കിൽ പോലും നമുക്ക് തുണികൾ അടുക്കി വെക്കാൻ പലപ്പോഴും സ്ഥലങ്ങൾ തികയാറില്ല അല്ലേ. അപ്പോൾ ആ ഒരു ടൈമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. അതിനായിട്ട് കാശൊന്നും നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല. അതിനായിട്ട് നമുക്ക് വേണ്ടത് പഴയ ഷോളാണ്. അതായത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാൻ അല്ലെങ്കിൽ കത്തിച്ച് കളയാൻ ഉദ്ദേശിച്ച ഷോള് മാത്രമാണ് വേണ്ടുള്ളൂ. ഇപ്പം ഞാനിത് ഇവിടെ പഴയൊരു ഷോൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ഷോൾ ഞാൻ രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കുകയാണ്. കണ്ടില്ലേ, രണ്ടായിട്ട് ഇതുപോലെ മടക്കി എടുക്കുകയാണ്. ഇനി ഈ ഒരു ഷോള് നമുക്ക് ടേബിളിലോ മറ്റോ വിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു രണ്ട് ഭാഗമായിട്ട് മടക്കിയതുപോലെ തന്നെയാണുള്ളത്. അത് ഞാൻ നിവർത്തിയിട്ടൊന്നും ഇല്ല. ഇനി നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് നിന്ന് ഉൾഭാഗത്തേക്ക് മടക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഉൾഭാഗത്തോട്ട് മടക്കി കൊടുക്കാം. ഇനി ഞാൻ ഈ കാണിക്കുന്നത് പോലെ താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ എടുത്തതിന് ശേഷം മുകളിലോട്ട് മടക്കി കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം അതേപോലെ തന്നെ കുറച്ചൊരു സ്പേസ് വിട്ടതിന് ശേഷം താഴ്ഭാഗത്തുനിന്ന് പിന്നെയും ഇതുപോലെ തന്നെ എടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഷോള് തീരുന്നത് വരെ ഈ ഒരു രീതിയിൽ തന്നെ മടക്കി കൊടുക്കാം. ഇനി അടിയിലത്തെ ഭാഗം ആ ഒരു നൂല് വരുന്നത് കൊണ്ടാണ് ഞാൻ ഉള്ളിലോട്ട് ആദ്യം ഒന്ന് മടക്കിയതിന് ശേഷമാണ് ഇങ്ങനെ മുകളിലോട്ട് മടക്കി കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇത് മടക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈകൊണ്ടൊക്കെ തുന്നിയെടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ തുന്നിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ മെഷീൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ തുന്നിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഷോളിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒന്ന് തുന്നി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ സെൻറ്ററിലായിട്ട് 2 സ്റ്റിച്ച് നീളത്തിലും കൊടുക്കണം. അപ്പോൾ ഞാൻ തുന്നിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുമ്പോൾ ഭയങ്കര വലിയൊരു കാര്യമായിട്ടൊക്കെ തോന്നും കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു പോക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് പോക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഷോളിൻ്റെ 2 സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് 2 സ്റ്റിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് കളർ നൂല് കൊണ്ട് ഞാൻ തയ്ച്ചിട്ടുള്ളത്. ഇനി ഈ മേലത്തെ ഭാഗം കൊണ്ടോ ആ ഒരു മേലത്തെ ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് പൈപ്പോ അല്ലെങ്കിൽ ഇതുപോലുള്ള തടിക്കഷ്ണോ മറ്റോ കടത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കാം. ഇത് നമുക്ക് തൂക്കിയിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതുപോലുള്ള കയറോ ചരടോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു തടിക്കഷ്ണത്തിന്റെ 2 സൈഡിലായിട്ട് കെട്ടിക്കൊടുക്കാം. ഇപ്പൊ ഞാൻ 2 സൈഡും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൊളുത്തിയിടാം. ഇപ്പൊ ഞാൻ ഒരു ആണിയിലോട്ട് ഇത് കൊളുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ അതായത് ഓരോ പോക്കറ്റിലായിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് എത്ര ഡ്രസ്സ് വേണമെങ്കിലും ഈ ഒരു പോക്കറ്റിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ പഴയ ഷോൾ വെച്ച് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ അലമാരയുടെ ഡോർ ഉണ്ടല്ലോ, ആ ഒരു ഡോറിന്റെ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാവുന്നതാണ്. ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അലമാരയിൽ സ്ഥലം ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ എല്ലാ തുണികളും അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ പഴയ ഷോളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മുടെ വീട്ടിലൊക്കെ മുട്ട വാങ്ങുന്ന ടൈമിൽ ആ ഒരു മുട്ടത്തോട് നമ്മൾ കളയാറാണല്ലേ പതിവ്.
അപ്പോൾ ഈ ഒരു മുട്ടത്തോട് വെച്ചിട്ട് വലിയ പണിയൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയാലോ? അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലെ കുറച്ച് മുട്ടത്തോട് ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വേണ്ടത് മുട്ടയുടെ ട്രേ ആണ്. ഈ ഒരു മുട്ടയുടെ ട്രേ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ 3 മുട്ടയാണല്ലോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3 മുട്ട ഇടാൻ പാകത്തുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ദാ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കളർ ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ, ആ ഒരു മുട്ട ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ അതിലോട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ ഇലകൾ കൂടി കുത്തി കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാ മുട്ടത്തോടിലും കുത്തി കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് എല്ലാ മുട്ടത്തോടിലും അതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കേ, എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. അപ്പൊ ഈ ഒരു മുട്ടത്തോടിന്റെ ഡെക്കോർ പീസ് ഉണ്ടാക്കാനായിട്ട് വലിയ ക്രിയേറ്റിവിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റ് ചെയ്തുള്ള മുൻപരിചയോ ഒന്നും ആവശ്യമില്ല. മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ പെയിന്റ് ചെയ്തെടുക്കുക, പിന്നെ ഇതുപോലെ വെച്ചു കൊടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടത്തോട് വെച്ചിട്ട് നമ്മുടെ അടുക്കളയിൽ ഇതുപോലുള്ള ഒരു ഡെക്കോർ പീസ് ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയുണ്ടാകും കാണാനായിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.